ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിട്ട് നിൽക്കുവാണ്. നമ്മൾ അമ്പലത്തിൽ പോകട്ടെ ഗൈസ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് കാണാം. ലെറ്റ്സ് ഗോ. ഹേ ഗൈസ്, അപ്പോൾ ഇത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പം ഉത്സവമൊക്കെ ആയതുകൊണ്ട് ഒടുക്കത്തെ ക്യൂ ആട്ടോ. അപ്പോൾ നമുക്ക് തൊഴാൻ പറ്റുമോ നോക്കാം ക്യൂ നിന്ന്. അപ്പോൾ ദേ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചുറ്റും ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. ഇവിടെ ദേ ഗാനമേള എന്തോ പരിപാടി, ഗാനമേള പാട്ട് കച്ചേരി എന്താണ് നടക്കുമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുണ്ട് അത് കാണാനൊക്കെ. ഗൈസ്, അപ്പോൾ ഇന്നലെ തൊട്ട് അമ്പലത്തിൽ ഉത്സവം തുടങ്ങി കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഒത്തിരി നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് തൊഴാൻ പറ്റിയത്. പിന്നെ ചുറ്റും ഒന്ന് തൊഴുതു. അപ്പോൾ ദേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ്. അപ്പം കല്യാണമുണ്ട്, പിന്നെ പിള്ളേർക്ക് ചോറ് കൊടുക്കലുണ്ട്, പിന്നെ തുലാഭാരം, അങ്ങനെ നല്ല തിരക്കാണ് അമ്പലത്തിൽ. ഒത്തിരി ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക കേട്ടോ, ഇഷ്ടം പോലെ. അപ്പം ഇന്നൊക്കെ എന്തോ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. നോട്ടീസ് കിട്ടുവാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു നോക്കാമായിരുന്നു. ഇതേ അങ്ങ് വരെ ഇതുപോലെ കടകളാട്ടോ. ഇത് അങ്ങോട്ടും ഇതിങ്ങോട്ടുമൊക്കെ. നല്ല അടിപൊളി ഉത്സവമാണ് ഇവിടുത്തെ. തൊടുപുഴയിലെ ഏറ്റവും വലിയ ഉത്സവം നടക്കുന്ന അമ്പലമാണ് ഇവിടെ. 10 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം. അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും വന്ന് കൂടാൻ പറ്റില്ല ഗൈസ്. കാര്യം നമുക്ക് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ സമയമൊന്നും അറിയത്തില്ല, ഏത് സമയത്തിലാണ് പ്രോഗ്രാം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ നോട്ടീസ് കിട്ടുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് നോട്ടീസ് കിട്ടുമോ നോക്കാം. ഞാൻ ചുമ്മാ ഈ പുറത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ, കടകളിലുള്ള സ്ഥലത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം അവിടെ ഈ പാട്ടൊക്കെ നടക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ ഈ മ്യൂസിക്കിന് കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിഷയമല്ലേ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല. ഹേ ഗൈസ്, അപ്പോൾ ദേ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ്. നമുക്ക് വീഡിയോ ഒന്നും നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു സൂത്രം മേടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം കേട്ടോ. വണ്ടിയുടെ അകത്താണ് ഇരിക്കുന്നത്, സ്കൂട്ടറിൻ്റെ. നമുക്ക് തുറന്നെടുക്കാം. പാൽപ്പായസമാണ് ഗൈസ്. അപ്പോൾ ദേ ഇത് 1/2 ലിറ്ററിൻ്റെ ആണ്, 100 രൂപ ഉള്ളൂ. അപ്പം ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. ഇത് നല്ല, എല്ലാവരും ഇഷ്ടം പോലെ മേടിച്ചുകൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണമാണ് മേടിച്ചുള്ളൂ, ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാൻ വേണ്ടി മാത്രം. ഇനി നല്ലതാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാമല്ലോ. കഴിച്ചു നോക്കട്ടെ ഗൈസ്. ഓ, കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു ഗൈസ്. അപ്പോൾ കുറച്ച് നമുക്ക് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ മേടിച്ചോണ്ട് വന്നപ്പോൾ നല്ല ചൂടുള്ളതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവിടം വരെ വന്നപ്പോൾ ചൂടാറിപ്പോയി. എന്നാലും കുറച്ച് ചൂടുണ്ട്. അടിപൊളിയായിട്ട് ഗൈസ്, ഭയങ്കര മധുര.
നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല, ആൾക്കാർ ഒത്തിരി മേടിച്ചോണ്ട് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിലെ ഒരു നോട്ടീസും പൊക്കിയിട്ടുണ്ട്, എന്നാലേ നമുക്ക് ഓരോ പരിപാടിയുടെ ഡേറ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാ ദിവസത്തെയും പരിപാടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടാം ദിവസം, ഇത് 1-ാം ദിവസം, ഇത് 2-ാം ദിവസം, 3, 4, 5, 6, 7, 8, 9, 10. ഗൈസ്, അപ്പോൾ 10 ദിവസത്തെ പരിപാടി കേട്ടോ. അപ്പോൾ അത് അറിയാൻ വേണ്ടി ഞാനൊരു നോട്ടീസും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിനിമാ നടി ശോഭനയുടെ ഒക്കെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ട്. പിന്നെ വേറെ നടിമാർ സരയു എന്നൊക്കെ പറയുന്ന നടിയുടെയൊക്കെ ഡാൻസ് പ്രോഗ്രാമുണ്ട് ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഡേറ്റും സമയവും നോക്കി പോകാൻ പറ്റും. അതിനാണ് ഞാൻ ഇതെടുത്തുകൊണ്ട് വന്നത്. പോവുകയാണെങ്കിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, അപ്പോൾ പ്രത്യേകിച്ച് ഇന്ന് പരിപാടിയൊന്നും ഇല്ലാട്ടോ. കാരണം ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് നോക്കിയപ്പോൾ അമ്മമാരൊക്കെ ഓരോ പരിപാടിയായിട്ട് തിരക്കിലാണ്. കുറച്ച് പേര് കല്യാണത്തിന് പോയേക്കുന്നു, പിന്നെ വർക്കിൽ പോയേക്കുന്നു. അപ്പോൾ എനിക്കും ചിലപ്പോൾ ഉച്ച കഴിഞ്ഞൊക്കെ വർക്ക് കാണും കേട്ടോ. അപ്പോൾ ഞാൻ പയ്യെ നമ്മുടെ അമ്പലത്തിലേക്ക് വന്നേക്കുവാണ്. 2 ഫോട്ടോ ഒക്കെ എടുക്കാം. സ്റ്റിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. വിഷുവായിട്ട് നമ്മുടെ കണിക്കൊന്നയിൽ ഒരു പൂ പോലും ഇല്ല കേട്ടോ. എല്ലാ മാസവും പൂത്തിക്കണം. പക്ഷേ അവിടെ ഇവിടെ ചെറിയ പൂവൊക്കെ ഉണ്ട്. പക്ഷേ വിഷു ഇങ്ങനെ അടുത്തപ്പോഴത്തേനും ഒറ്റ പൂ പോലും ഇല്ല. അങ്ങനെയാണ്, വിഷുവിന് മുമ്പ് ഇത് മൊത്തം പൂത്തിക്കും കേട്ടോ. വിഷു ആകുമ്പോഴത്തേനും ഒരു പൂ പോലും കാണില്ല. പക്ഷേ എല്ലാ മാസവും ഒരു പൂവെങ്കിലും നമ്മുടെ മരത്തിൽ കണിക്കൊന്നയിലുണ്ടാവും. ഇതിനു മുമ്പേ മൊത്തം പൂത്ത് നിന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ വിഷു ഇന്നിപ്പം 12-ാം തീയതിയാണ്. അപ്പോൾ എന്നിട്ട് പോലും ഇതിനകത്ത് ഒറ്റ പൂ പോലും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞു. അപ്പോൾ വലിയ ഫോട്ടോസും വീഡിയോസൊന്നും അല്ല, ജസ്റ്റ് ഒന്ന് സ്റ്റോറിക്ക് ഇടാൻ വേണ്ടിയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയപ്പോഴത്തേനും ചുമ്മാ എടുത്തു എന്നുള്ളൂ. വലിയ കാര്യങ്ങളൊന്നുമില്ല, ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.